ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പാലക്കാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആഷ് വെനസ്ഡേ ആണ്. എനിക്കൊന്ന് പള്ളിയിൽ പോകണമെന്ന് തോന്നി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കറക്കവും ചെറിയ ഷോപ്പിങ്ങും ഒക്കെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ പാർവതിയും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് 1-2 പേരെ മീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. പാറു ഇപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല ക്ലൈമറ്റാണ്, വെയിലൊക്കെ വന്നു. പക്ഷെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് അത്യാവശ്യം നന്നായിട്ട് വേർക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു വെയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതുണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി വ്യൂ ആണ്. കണ്ടോ, വെയിൽ കാരണം എനിക്ക് സ്ക്രീനിലുള്ളതൊന്നും കറക്റ്റ് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. ബസ്സിനാണ് പോകുന്നത്. പ്ലിമത്ത് പോകണം പള്ളിയിൽ പോകണമെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് ലൈവ് സൗണ്ട് കൊടുത്ത് വീഡിയോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കറിയാം ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം വണ്ടികളൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വരുമെന്ന് എനിക്കറിയാം. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിത് ഓഡിയോ കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അതാവുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അപ്പം നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പല വീഡിയോയ്ക്ക് എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയിൽ പോയിട്ട് വരാം. പിന്നെ അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതൊന്ന് കാണാൻ പോകണമെന്നുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിങ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ B&M പോയപ്പോൾ 1-2 സാധനങ്ങൾ കണ്ടു വെച്ചായിരുന്നു. അന്ന് അത് വാങ്ങിക്കാതെ പോന്നിട്ട് ഭയങ്കര ഒരു സങ്കടം മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ പോവാം. അപ്പോൾ ഇവിടെ ഡാഫോഡിൽസ് പൂക്കുന്ന സമയമാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് ഡാഫോഡിൽസ് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇത് കുറവാണ്, ചില സ്ഥലങ്ങളിലും ഒരുപാടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നടന്നു പോകുന്ന ഒരു ഏരിയയിൽ നിൽക്കുന്നതാണ്. കണ്ടോ, ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ കുറേ നിൽക്കുന്നുണ്ട്. എൻ്റെ നിഴൽ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. അപ്പോൾ ഇവിടെ കുറേ ഡാഫോഡിൽസൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും ഈ ബെഞ്ചിലിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ വെയിലത്ത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് എന്തായാലും നമ്മളിപ്പോൾ ഇരിക്കുന്നില്ല. കണ്ടോ, ഈ ഒരു ഏരിയ നല്ല അടിപൊളി ഏരിയയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഒരേപോലത്തെ ഒരുപാട് വീടുകളുണ്ട് അവിടെ. കണ്ടോ, നല്ല ഭംഗിയാണ്. ആ മലയുടെ മേളിൽ കൂടെ ട്രെയിൻ പോകാറുണ്ട്. ഇപ്പം നമുക്ക് യോഗം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ട്രെയിൻ ഇപ്പോൾ വരില്ല എന്ന് തോന്നുന്നു. അതിലാണ് ട്രെയിൻ പോകുന്നത്. ആ ട്രെയിൻ അങ്ങോട്ട് പോകുന്നതെന്നറിയില്ല. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ആ ട്രെയിനിൽ കയറി പോവാം. അപ്പോൾ ഞാനിനി ഇവിടെ നിന്ന് കത്തിയടിക്കുന്നില്ല, എൻ്റെ വണ്ടി മിസ്സാകും. അപ്പോൾ നമുക്കെന്തായാലും പ്ലിമത്ത് പോയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ സ്ഥലങ്ങളിലും ഡാഫോഡിൽസ് പൂത്ത് നിൽക്കുന്നുണ്ടെന്ന്. നമ്മുടെ നാട്ടിലൊരു ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഏപ്രിൽ ലില്ലി പൂക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലായിടത്തും ഈ ഒരു ഡാഫോഡിൽസ് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് പൂക്കാലമാണെന്നാണ് പറഞ്ഞു കേട്ടത്. കാണേണ്ട കാഴ്ചയാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു പൂക്കാലമൊക്കെ കാണാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ എവിടെ പച്ചപ്പുണ്ടോ അവിടെ എല്ലാം ഈ ഒരു ഡാഫോഡിൽസിൻ്റെ ഒരു ചെടിയെങ്കിലും ഉണ്ടാവും. ആ ചെടിയിൽ ഒരു മിനിമം 2-3 പൂവെങ്കിലും ഉണ്ടാവും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇത്രയും നാളും ഇങ്ങനെ നമ്മൾ വന്നപ്പോൾ മുതൽ ഇലയില്ലാത്ത മരങ്ങളും അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഒരൊറ്റ ഇല പോലും ഇല്ല ഒരു മരത്തിലും. പക്ഷേ ചില മരങ്ങളിലൊക്കെ ഇലയില്ലെങ്കിലും പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇലയില്ലാത്ത മരങ്ങളൊക്കെ കണ്ട് മുരടിച്ച് പോയ നമ്മുടെ മനസ്സിന് ഇനി ഈ പൂക്കളൊക്കെ കണ്ട് ഒരു സന്തോഷം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പൂക്കാലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക അല്ലേ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമല്ലോ ഇതെന്താണ് ഓന്ത് നിറം മാറുന്ന പോലെ. നിറം മാറിയ കുറച്ച് മുന്നേ വെള്ളയായിരുന്നല്ലോ എന്ന്. ഞാൻ ആക്ച്വലി പോയി ഉള്ള കാടും പടലും എല്ലാം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ ബസ് പോയി. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ, ബസ് സ്റ്റോപ്പിൽ ഇരിക്കാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. വെയിൽ വന്നപ്പോഴത്തേക്കിനെ ഞാൻ ഇട്ടിരുന്ന ആ ഒരു വൈറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്വെറ്ററാണ് ശരിക്കും. അപ്പോൾ ഞാനൊരു സ്ലീവ്ലെസ് ടോപ്പ് അകത്തിട്ടിട്ട് ആ സ്വെറ്ററും ഇട്ട് ജാക്കറ്റും കൂടാണ് ഇട്ടത്. കാരണം പ്ലിമത്തിൽ നല്ല കാറ്റുണ്ടാവും. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിപ്പോയി. എന്നെ വേർത്ത് ഒഴുകുമായിരുന്നു. നാട്ടിലുള്ളപ്പോഴത്തെ പോലെ തന്നെ എന്നെ വേർത്ത് ഒഴുകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡ്രസ്സൊന്ന് മാറിയേക്കാന്ന് ഓർത്ത്, അരമണിക്കൂർ ടൈം ഉണ്ടല്ലോ എന്നോർത്ത് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഡ്രസ്സ് മാറി ഇറങ്ങുവാണ്. ബസ് വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി പാർവതിയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോവാം. ഐവി ബ്രിഡ്ജ് നഗരവീഥികളിലൂടെ എന്തിനോ എന്നറിയാതെ ഒരു നടപ്പ്. എന്തിനോന്നറിയാം, പ്ലിമത്ത് പോകാൻ വേണ്ടിയിട്ടാണെന്നറിയാം. ഇനി അവിടെ പോയിട്ട് ഷോപ്പിംഗ് എന്നുള്ളതാണ് ഉദ്ദേശം. കണ്ടോ, കുട്ടി ഭയങ്കര മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരുമാതിരി പിച്ചക്കാരി പോകുന്ന പോലെയുണ്ട്. മുടി പോലും ചീകിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറയണം ഇല്ല നിമ്മി നിങ്ങളെ കാണാൻ ഭംഗിയുണ്ട്. അതന്നെ, അത് പറയില്ല ഇവള്. അങ്ങനെ പോലും ഒരു മനുഷ്യന് സന്തോഷം കിട്ടുന്ന വാക്ക് ഞാൻ പറയൂല എന്നുള്ളതാണ് അവളുടെ
ഏറ്റവും വലിയ ഇത്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ അത് നമുക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട്. വേണ്ട 2 നില. ഇന്ന് നമുക്ക് മേളിലിരുന്നാലോ പാറു? മേളിൽ കയറിയിരിക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഇതേ ബസ്സിൽ കയറി. പറഞ്ഞ പോലെ തന്നെ മേളിൽ സൺ കിസ്സല്ല സൺ സ്ലാപ്പാണ്. അത് സത്യം. ഇത്രയും നാൾ വെയിലില്ലേ എന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞത്. ഇപ്പോൾ വെയിലായപ്പോഴത്തേക്കിന് ഒരു രക്ഷയില്ല. നല്ല ചൂടാണ്. ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നാട്ടിലെ ചൂടൊക്കെ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പറയുമ്പം 8 ഡിഗ്രി 9 ഡിഗ്രി ഉള്ളെങ്കിലും വെയിൽ അത്യാവശ്യം ഇവിടെ പറഞ്ഞ പോലെ സൺ സ്ലാപ്പാണ്. ഇതിനപ്പുറം എന്തെങ്കിലും വാക്കുകൾ പറയേണ്ടി വരും. അപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ മേളിൽ കയറി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ടിലെ സീറ്റ് കിട്ടിയില്ല. ഫ്രണ്ടിൽ കാരണം അപ്പച്ചൻ ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് കയറിയിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ പുറകിലിരുന്ന് ഞങ്ങൾ കാഴ്ച കൊണ്ട് പോകണം. ഇതിന് മുന്നേ ഒരു പ്രാവശ്യം മേളിൽ കയറി ഇരുന്നിട്ട് മഴയായതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് മൈക്കില്ല. അപ്പോൾ ഞാൻ അല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് കുറവും ബാക്കി ചുറ്റുവട്ടത്തുമുള്ള സൗണ്ട് കൂടുതലുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബസ്സിൻ്റെ മേളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആംഗിളിൽ കാണാൻ പറ്റും. താഴെ ഇരിക്കുമ്പോൾ ഇത്രയും ഇങ്ങനൊരു ഭംഗിയിൽ കാണാൻ പറ്റാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഇറങ്ങേണ്ട സ്ഥലം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാറുള്ളത് കൊണ്ട് ഞാൻ മാക്സിമം താഴെ ഇരുന്നാണ് പോവാറ്. ബസ്സിൽ കയറിയുള്ള യാത്ര തന്നെ വളരെ കുറവാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ 5 or 6 പ്രാവശ്യമാണ് ബസ്സിൽ കയറി യാത്ര പോയിട്ടുള്ളത്. അതും പ്ലിമത്ത് പോകാൻ വേണ്ടി. അല്ലാതെ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്കും അങ്ങനെ പോകാറില്ല. അപ്പോൾ എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. എനിക്ക് ജലദോഷമൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് സൗണ്ട് ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം പ്ലിമത്തിലേക്ക് അടുക്കാറായി. ഈ ഒരു കാഴ്ചയാണ് പ്ലിമത്തിലേക്ക് അടുക്കാറായി എന്നുള്ളതിൻ്റെ ഒരു എന്നാ പറയുന്നത് ഒരു ലാൻഡ്മാർക്കായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു സ്ഥലം കഴിയുമ്പോൾ പിന്നെ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് നോക്കിയിരിക്കും എത്താറായോ എന്നുള്ളത്. അപ്പോൾ എത്തേണ്ട സ്ഥലം നമ്മൾ സാധാരണ പോകുമ്പം ഇവിടെയാണ് ഇറങ്ങാറ്. ഈ അടുത്ത് കാണുന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങാറ്. കാരണം നമ്മൾ നേരെ പ്രൈമാർക്കിലേക്കാണ് കയറുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങുന്നത്. കാരണം നമുക്ക് ആദ്യം പള്ളിയിൽ പോയേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ കറങ്ങി നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിൽ കയറാമെന്ന് വിചാരിക്കുമ്പോൾ നടക്കത്തില്ല. അതുമല്ല പ്രാർത്ഥനയുടെ സമയമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പള്ളിയുടെ അടുത്തുള്ള സ്റ്റോപ്പിലാണ് കേട്ടോ പോയി ഇറങ്ങിയത്. അങ്ങനെ ആ പള്ളിയുടെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ആ പള്ളി നല്ല ഭംഗിയാണ്, വലിയ പള്ളിയാണ്. പക്ഷേ ഈ പള്ളിയിലത്തെ എവിടെ നിന്നാണ് കയറേണ്ടതെന്നൊക്കെ ഡൗട്ടായിപ്പോയി. അതിൻ്റെ അവിടെ തന്നെ കോഫി ഷോപ്പും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പം അങ്ങോട്ട് എങ്ങനെ കയറും എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ പള്ളി ഇങ്ങനെ ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വലിയ പള്ളിയാണ്. അപ്പോൾ അത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞാനതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തെടുത്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തോട്ട് ബസ് എത്തി. പക്ഷേ ഇത് എവിടെയാണ് നിർത്താത്തത് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ടെൻഷനായി കേട്ടോ. കാരണം ഇനി നിർത്തത്തില്ലേ എന്നൊക്കെ ഡൗട്ടായിപ്പോയി. അങ്ങനെ നമ്മൾ ആ ഒരു ബെല്ലൊക്കെ പ്രസ് ചെയ്തിട്ട് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് കേട്ടോ പുള്ളി നിർത്തിയത്. താങ്ക് യു. ബസ്സിൽ വന്നിറങ്ങിയപ്പോൾ അവിടെയും കുറേ നല്ല ഭംഗിയുള്ള പൂക്കൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതൊക്കെയോ പൂക്കളുമായിട്ട് സാമ്യം തോന്നാറുണ്ട്. നല്ല പർപ്പിൾ കളറിൽ അടിപൊളി പൂക്കളായിരുന്നു. അതിങ്ങനെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഇംഗ്ലണ്ടിൽ കാല് കുത്തിയിട്ട് ഒരു 4-5 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് 5 മാസം തികയും. ഒക്ടോബർ 17 വന്നതാണിവിടെ. ഈ 5 മാസത്തിനിടയിൽ ആദ്യമായിട്ട് പള്ളിക്കകത്ത് കാല് കുത്താൻ പോകുന്ന സീനാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. എന്നുവെച്ചാൽ ഇവിടെ വന്നിട്ട് പലവട്ടം ഈ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ പള്ളിക്കകത്തൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വിധത്തിൽ പള്ളിയുടെ എൻട്രൻസ് ഒക്കെ കണ്ടുപിടിച്ച് അകത്ത് കയറിയതാണ്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് അവിടെ ക്ലീനിങ് നടക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് പ്രാർത്ഥനയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടാവും, നമുക്ക് ആഷ് വെനസ്ഡേയുടെ പ്രയറൊക്കെ രാവിലെ കഴിഞ്ഞ് കാണുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു വൈകിട്ട് 7 മണിക്കാണെന്ന് പറഞ്ഞു. 7 മണി വരെ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കായിരുന്നു. പക്ഷേ 9:30 കഴിയും തീരാനെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം
നമുക്ക് തിരിച്ചു വരാൻ ബസ് കിട്ടത്തില്ല. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ചേറെ നേരം ഇരുന്നു. മനസ്സൊക്കെ ഒന്ന് സമാധാനം കിട്ടി, ശാന്തമായി എന്ന് തോന്നിയപ്പോൾ അവിടുന്ന് പോന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് നല്ല കുട്ടികളായിട്ടിരുന്നപ്പോൾ അവിടെ ഇരുന്ന ആൾക്കാർ ഫോൺ കോൾ വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് 1-2 ചെറിയ വീഡിയോ ക്ലിപ്പൊക്കെ എടുക്കാം. ഇംഗ്ലണ്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് പള്ളിയിൽ പോയതാണല്ലോ, അതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തു. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പം മനസ്സിനൊരു സങ്കടം തോന്നി കേട്ടോ. എന്നാലും ഈ 5 മാസം കഴിഞ്ഞിട്ട് പോയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇവിടെ ഈ ആഷ് വെനസ്ഡേയുടെ സർവീസ് ഉള്ളത് രാത്രി 7 മണിക്കാണ്. 7 മണിക്ക് തുടങ്ങിയാൽ ഒരു 9-9:30 ആകും തീരുമ്പോൾ എന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ എനിക്ക് പോകാൻ ബസ് കിട്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വയറ്റിൽ നല്ല കാറ്റ് ഊതുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിശന്നിട്ട് കുടൽ കരിയാന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടികളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റ് ഹൗസിലോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ പോകാം. അന്നേരത്തേക്ക് ഫുഡും കഴിച്ച് ചെറിയൊരു പർച്ചേസൊക്കെ നടത്താമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെയും കുറേ ഭംഗിയുള്ള പൂക്കൾ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ കുഞ്ഞു പൂക്കൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഭംഗി തോന്നും. അതേപോലെ അതെ പ്രാവൊക്കെ ഇതിലേ നടക്കുന്നുണ്ട്. ഇതിന് പേടിയില്ലാഞ്ഞിട്ടാണോ അതോ ഇതിന് ഞങ്ങളെ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഇത്ര അടുത്തൂടെ വരുന്നത്. അപ്പോൾ അതാ പ്രാവൊക്കെ പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരില പോലും ഇല്ലാതെ നിൽക്കുന്ന മരങ്ങൾ, ഇതാ ബസ്സുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി KFCയിലേക്ക് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KFCയിൽ പോയി കഴിച്ചായിരുന്നല്ലോ, അപ്പോൾ KFCയിലേക്ക് തന്നെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ കുഞ്ഞു പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ എന്തിനാണ് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഓവർ എക്സ്പ്രഷൻ ഇട്ട് നാറ്റിക്കല്ലേ എന്ന് ചിന്തിക്കുമായിരിക്കും. അല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിവിടെ വന്നപ്പം മരത്തിൽ ഒരു ഇല പോലും ഇല്ലാത്ത കണ്ടീഷനിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇവിടുത്തെ ഒരു ക്ലൈമറ്റും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഭയങ്കര ഒരു ഡിപ്രഷനിലേക്ക് നമ്മൾ പോകുന്നൊരവസ്ഥയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടു തുടങ്ങി, വെയിലും വെട്ടമൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് നമുക്ക് ഇത്രയും നാളും സൂര്യനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ലൈഫായിരുന്നു. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ സൂര്യൻ വരും, സൂര്യൻ പോയി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ജോലി കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരു ഓഫ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല മഴയുമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് വെയിലായി. ഇപ്പം നേരത്തെ നേരം വെളുക്കാൻ തുടങ്ങി, വൈകി ഇരുട്ടാൻ തുടങ്ങി, പൂക്കളൊക്കെ വന്നു തുടങ്ങി. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിന് മൊത്തത്തിലൊരു ചേഞ്ച് വരും കേട്ടോ. അങ്ങനെ നമ്മൾ KFC പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ ഇത് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത കടമ. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്ര കാര്യമായിട്ട് കഴിച്ചൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എനർജി കിട്ടാനുള്ള കാര്യം ചെയ്തിട്ട് അങ്ങോട്ട് ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാനത് എടുത്ത വീഡിയോ ക്ലിപ്പ് നോക്കിയപ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ബർഗർ ഓർഡർ ചെയ്തായിരുന്നു. ആ ബർഗർ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അടുത്തൊന്നും KFC ഇല്ലാത്തത് നന്നായി എന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, കോഴികൾക്ക് ഇത്രയും റെസ്പെക്റ്റ് കൊടുക്കുന്ന വേറൊരു കടയും വേറൊരു മനുഷ്യനും ഈ ലോകത്ത് വേറെ കാണത്തില്ലെന്ന്. ഏതെല്ലാം ടൈപ്പ് കോഴികളാണുള്ളതെന്ന് കണ്ടോ. അപ്പം ഇത്രയും കോഴികളോട് ബഹുമാനമുള്ള വേറൊരാളും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ എമ്മാൻഡസിൻ്റെ അവിടെ എത്തി കേട്ടോ. എമ്മാൻഡസിൻ്റെ ഉള്ളിലേക്ക് കയറിയത് എന്തിനാണെന്നറിയാവോ? ഒരു വലിയ കാര്യത്തിനാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ പറഞ്ഞു തരാവേ. അങ്ങനെ നമ്മൾ എമ്മാൻഡസിൻ്റെ അകത്തൂടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടുന്ന് എന്തെങ്കിലും സാധനം മേടിക്കാനാണ്. അല്ല, ഇതിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ B&Mലേക്ക് പോകാൻ വഴി എനിക്ക് പെട്ടെന്നറിയാം, കഴിഞ്ഞ പ്രാവശ്യം പോയതുകൊണ്ട്. അല്ലാതെ അപ്പുറത്തോടെ ഏത് വഴി കൂടെ കയറണം എന്നറിയില്ല. അതുകൊണ്ട് എമ്മാൻഡസ് കണ്ടപ്പോൾ ചാടി അകത്ത് കയറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വഴിയിൽ കൂടെ, അടുത്ത ഡോറിൽ കൂടി പുറത്തിറങ്ങിയിട്ട് നമുക്ക് B&M പോകാം. കണ്ടോ, നമ്മൾ എമ്മാൻഡസിൻ്റെ അകത്തൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലെങ്ങാണ്ടൊരു വഴി ഉണ്ടായിരുന്നല്ലോ. അതെ, ഈ ഡോർ വഴി ഇങ്ങനെ പറഞ്ഞ് പോകുവാണെങ്കിൽ അപ്പുറത്തെങ്ങാണ്ടാണ് B&M ഉള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എമ്മാൻഡസിൽ കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് കയറിയപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. ആ ഒരു ഓർമ്മയിൽ വന്നതാണ് കേട്ടോ. ഇനിയിപ്പം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഇവിടെ എവിടെയോ ഉണ്ട് B&M. അപ്പം നമുക്ക് കണ്ടുപിടിച്ച് പോവാം. അതേണ്ട, അതിൻ്റെ ബോർഡ് ഞാൻ കണ്ടു. അങ്ങനെ ദേ നമ്മൾ B&Mൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 1-2 സാധനങ്ങൾ കണ്ടുവച്ചിട്ടാണ് പോയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതിൻ്റെ വില നോക്കിയില്ലായിരുന്നു. വില കണ്ടെൻ്റെ ബോധം പോയാൽ ഞാനത് മേടിക്കില്ല കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എന്തായാലും ആ സാധനങ്ങളും കൊണ്ടേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ നമുക്കിനി ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഐറ്റംസ് വാങ്ങിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം.
ഇനി ട്രോളി എടുക്കാത്തത് കൊണ്ട് നമുക്ക് സാധനം മേടിക്കാനുള്ള മോട്ടിവേഷൻ പോയി എന്ന് വേണ്ട. ഇന്ന് നല്ല മോട്ടിവേഷനിലാണ് വന്നിരിക്കുന്നത്. ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഒരാൾക്ക് കയറിയിരിക്കാനുള്ള വലിപ്പമുണ്ട് അതിന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഫുഡ് ഐറ്റംസാണ്, അങ്ങോട്ട് പോകണ്ടെന്ന്. ഇതിലേ വാ. ഉണ്ണിക്കുട്ടനെ വന്നു കഴിഞ്ഞാൽ തകർക്കാനുള്ള സാധനങ്ങളൊക്കെ ദാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊന്നും ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടില്ല കേട്ടോ, ഈ വണ്ടിയൊക്കെ. ഇതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ 12 പൗണ്ടാണ് അതിൻ്റെ വില. ഇതവിടെ കുറേ ഡെക്കോർ പീസുകളൊക്കെ ഇരിപ്പുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന ഫ്രാഗ്രൻസ് ഉള്ള ക്യാൻഡിൽസിൻ്റെ ടൈപ്പ്. 6 പൗണ്ട്. ഒരു കടയിൽ ചെന്ന് സാധനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതിൻ്റെ വിലയൊന്ന് നോക്കി അത് നാട്ടിലെ പ്രൈസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മനസ്സമാധാനം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഉള്ള മനസ്സമാധാനം പോകാറാണ് പതിവ്. കാരണം നമ്മളന്നേരം വിചാരിക്കും, അയ്യോ ഇത്രയും പൈസ ആകുമല്ലേ, വേണ്ട മേടിക്കേണ്ട, പിന്നെ മേടിക്കാം, അല്ലെങ്കിൽ എന്തിനാ ഇത് എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. അങ്ങനെ നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും തിരിച്ച് വെച്ചിട്ട് മേടിക്കാതെ പോരുന്ന സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി ഇങ്ങനെ നമുക്ക് ഡെക്കോർ പീസുകൾ ഒരുപാടുണ്ടായിരുന്നു. വീടിൻ്റെ അകത്ത് വെക്കുന്നതും അതുപോലെ തന്നെ പുറത്ത് ഗാർഡനിൽ വെക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോട്ടിൽ നോക്കിയത്. ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഇച്ചിരി ബോട്ടിലുകളോട് ഒരു ഭ്രാന്ത് കൂടുതലാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഈ ഒരു മൂടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ അത് നമുക്കങ്ങനെ വലിയ യൂസും ഇല്ല, അത് അത്രയ്ക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു കേട്ടോ. പിന്നെ വേറൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കപ്പുകൾ. കോഫി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കപ്പുകൾ. പിന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തിനാണ് വെറുതെ, ഞാനൊരാളല്ലേ കുടിക്കുന്നത്, എനിക്ക് എന്തിനാണ് ഇത്രയും കപ്പുകളെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ കഞ്ഞി കുടിക്കാനൊരു പാത്രം തപ്പുന്നതാണ് കേട്ടോ. കാരണം ഇച്ചിരി കുഴിവുള്ള കുറച്ച് പരന്ന വലിപ്പമുള്ളൊരു പാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങൾ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ആ പാത്രം ഇവിടുന്ന് കണ്ടു കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങളത് മേടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു നീണ്ട ഡിസ്കഷൻ നടത്തുമായിരുന്നു. ഇനി അടുത്തെല്ലാം തിരിച്ചു വെച്ചോ. ചോറും കഞ്ഞിയും കൂടെ ഒന്നിച്ചാണോ കഴിക്കുന്നത്? അതിൽ പുഴുക്ക് വെക്കാൻ, അല്ലെ മീൻകറി തലേദിവസത്തെ, അല്ല തലേദിവസത്തെ മീൻകറി. ഇതാണ് കേട്ടോ ഞാൻ ഉന്നം വെച്ച് വന്ന സാധനം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പം ഇതിങ്ങനെ നോക്കി, പക്ഷെ ഇതിൻ്റെ റേറ്റും നോക്കിയില്ല, ഇത് മേടിക്കാനും തോന്നില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം പോലെ എൻ്റെ ഉറക്കം കളഞ്ഞുകൊണ്ടിരുന്നൊരു സാധനമാണിത്. എനിക്കെന്തോ ഇതിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നി. അപ്പോൾ അങ്ങനെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അത് 8 പൗണ്ടാണ്. സാരമില്ലയെന്ന് വിചാരിച്ചു, വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനൊരു 8 പൗണ്ടെങ്കിലും ചിലവാക്കണ്ടേ എന്നുള്ളൊരു മൈൻഡാണ്. ഇതിപ്പം ചിലപ്പോൾ ഈ 8 പൗണ്ടല്ലേന്ന് വെച്ചാൽ ഇവിടെ തിരിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഓർക്കാം, ഈ അത് മേടിക്കായിരുന്നു എന്ന് വിചാരിക്കും. എന്തെങ്കിലും പൈസ വെറുതെ കളയുന്നുണ്ട് എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചു. പക്ഷേ ഇത് ഞാൻ റൂമിൽ വെക്കില്ല കേട്ടോ. ഇത് ഞാൻ ഇന്ന് കൊണ്ടുപോയി അലമാരിക്കകത്തേ വെക്കത്തുള്ളൂ. റൂമിൽ വെക്കാത്തതിന് ഒരു റീസൺ ഉണ്ട്. അത് ഞാൻ ഉടനെ തന്നെ പറയാം, ഇപ്പോൾ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഇതെന്തായാലും തൽക്കാലം കൊണ്ട് അലമാരി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മേടിക്കുന്നത്. എന്നാലും ഇത് നമ്മൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. അപ്പം മുള്ളംപന്നിക്കുട്ടനെ എടുത്തു. നമുക്കത് ഇവനെ കണ്ടപ്പോൾ ഇവനെ ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ ഇവനെയും കൂടെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവനും 8 പൗണ്ടാണ്. അപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. പിന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം വേണ്ടേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഡ്രസ്സിനോടും ഓർണമെൻറ്റ്സിനോടും ഒക്കെയുള്ള ആ ഒരു ഇൻട്രസ്റ്റൊക്കെ പോയായിരുന്നു. അപ്പം ഇതൊക്കെ എന്തായാലും നമ്മളൊരു മുറിയിൽ ഒറ്റപ്പെട്ടുള്ളൊരു ജീവിതമാണ്. അപ്പം ഇതെങ്കിലുമൊക്കെ നമുക്കിരിക്കട്ടെ, ഒരു സന്തോഷത്തിനെന്നൊരു ചിന്ത വന്നു.
അതുകൊണ്ട് ഞാനത് മേടിക്കുകയാണ്. ഇവിടെ ഇതുപോലെയുള്ള 2 മക്കളുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊരു മോനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ എടുത്തു. എനിക്കെന്തോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയപ്പോൾ പോലെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ണീനെ എടുത്ത് ഇങ്ങനെ പൊക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്കതിങ്ങനെ ഭയങ്കരമായിട്ടും മനസ്സിൽ ഭയങ്കര ഒരു ടച്ചായൊരു ഇതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. അനാവശ്യ ചിലവൊക്കെ ആണെന്നറിയാം, ഇല്ലെന്നല്ല കേട്ടോ. എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ. ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് പണി കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതൊക്കെ അന്നേരം സംസാരിച്ച് പോയതായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, അത് മിററാണ്. ഏതെല്ലാം ടൈപ്പ് മിററുകളാണെന്നറിയോ. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കിതെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ വെക്കാൻ തോന്നി. പക്ഷേ അതിനുള്ളൊരു ഇടം നമുക്കില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പില്ലോ ആണെങ്കിലും കുഷ്യൻസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഭയങ്കരമായിട്ട് അതൊക്കെ മേടിക്കാനുള്ളൊരു ഇഷ്ടമൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഡെക്കോർ പീസുകളൊക്കെ കണ്ടു. ഇത് കണ്ടോ, ഇത് ക്യാൻഡിലാണ് കേട്ടോ. ആക്ച്വലി ക്യാൻഡിൽ നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് ഒരെണ്ണം മേടിക്കണം എന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വാങ്ങിച്ചൊരു വലിയ ക്യാൻഡിൽ ഇരിക്കുകയാണ്. അതിനും 6 പൗണ്ടാണ്, ഇതിനും 6 പൗണ്ടാണ്. അപ്പോൾ അത് തീർന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഇതുകൂടെ വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും ഇത് ഈ ക്യാൻഡിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇങ്ങനെ ഒരു ഫ്ലവർ വേസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാൻ ഹോൾഡറായിട്ട് വെക്കാൻ അടിപൊളിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ വന്ന് ഒരു ശ്രീബുദ്ധൻ ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് മേടിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ക്യാൻഡിൽ ഇരിക്കുന്നതുകൊണ്ട് മേടിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ഇരിപ്പുണ്ട് ശ്രീബുദ്ധൻ. അപ്പം എന്താ പറയുക, ഇതൊരെണ്ണം മേടിച്ചുകൊണ്ട് പോയി റൂമിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് എത്ര പൗണ്ടാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ശ്രീബുദ്ധനോടുള്ളൊരു ഇഷ്ടം കൂടി വരുന്നുണ്ട്. അപ്പം ഇതുണ്ട്, ശ്രീബുദ്ധൻ്റെ ഇത് പലതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്തായാലും വാങ്ങണ്ടെന്ന് വിചാരിക്കുകയാണ്. പിന്നെ എപ്പോഴേലും മേടിക്കാം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തോ ബാറ്ററി ഒക്കെ ഇട്ട് എന്തോ ലൈറ്റും എന്തെങ്കിലും സെറ്റപ്പൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇതായിരുന്നു കേട്ടോ അന്ന് ഞാൻ കണ്ടതിലെ അടുത്ത സാധനം. ഒന്ന് ആ മുള്ളംപന്നിയും പിന്നെ ഒന്ന് ഇതായിരുന്നു. ഇതിന് 6 പൗണ്ടാണ്. പക്ഷേ ഇത് എന്തോ അന്ന് കണ്ടപ്പം തോന്നിയ ആ ഒരു ഇഷ്ടം ഇപ്പം ഇതിനോട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അത് മേടിക്കുന്നില്ല. പക്ഷേ അതിനെക്കാട്ടിലും എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതും ഇപ്പോൾ വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് വെക്കാനുള്ള ഒരു സ്പേസും കൂടെ നമ്മുടെ റൂമിൽ വേണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അലമാരിക്കകത്താണ് വെക്കുന്നത്. അത് മറ്റൊരു സർപ്രൈസാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു സാധനം വേണ്ടെന്ന് വെച്ചു. അതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നിൽക്കുന്ന നിപ്പിൽ മാറിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു. ഇതിനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതും വേണ്ടെന്ന് വെച്ചു. ഒത്തിരി ഇഷ്ടപ്പെട്ട 2 സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് 2 ഫോട്ടോ ഫ്രെയിം വേണമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഫോട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ലാമിനേഷനൊന്നും ചെയ്ത ഫോട്ടോ അല്ല ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഒരു ഫ്രെയിം വാങ്ങിച്ച് അതിൻ്റെ അകത്ത് വെക്കണം എന്നുണ്ട്. പക്ഷേ ആ ഫോട്ടോയുടെ കറക്റ്റ് സൈസ് അറിയത്തില്ലാത്തതുകൊണ്ട് കുറേ നേരമായി ഞാനിവിടെ നിന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പം ആ ഫോട്ടോയുമായിട്ട് വന്നിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് വേണ്ട, എടുത്തേ. ഇത് മേടിച്ചാലോ? ഇതങ്ങ് വെച്ചേ. ബ്ലാക്ക് മേടിക്കാം. ബ്ലാക്ക് അല്ലേ നല്ലത്? സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്താ ഇതേപോലെ ചുമക്കുക എന്ന് പറയുന്ന അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. അപ്പോൾ കയ്യിൽ കവറിൻ്റെ എണ്ണം ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ തലമുടിയൊക്കെ വലിച്ചു കെട്ടി വെച്ച്. ഇനി സ്റ്റൈലൊന്നും വേണ്ട, ഇനി ഇത് ചുമക്കാനുള്ള ആരോഗ്യം മതി എന്നുള്ളൊരു മൈൻഡായി. പാറുവിന് ഹൈറ്റും കൂടെ കുറവായതുകൊണ്ട് പാറുവിൻ്റെ സഞ്ചി വേണ്ട തറയിലൊരഞ്ഞ് അവൾ പാത്രങ്ങളാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം കൂടെ തറയിലൊരഞ്ഞിട്ട് തണ്ടേ അത് കിലുകിലാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. മിക്കവാറും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പാത്രം എല്ലാം കൂടെ തറയിലിടിച്ച് പൊട്ടിപ്പോകുമെന്നാണ് തോന്നുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ന്യൂ ലുക്കിലേക്കാണ് കേട്ടോ പോയത്. എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു ചെരുപ്പ് നോക്കണമായിരുന്നു, എനിക്കൊരു ബാഗ് നോക്കണമായിരുന്നു. അവിടെ അത്യാവശ്യം നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകളും കമ്മലുകളും മാലകളും ഒക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ പോയത് ചെരുപ്പൊക്കെ നോക്കാനാണെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഒക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ശരി ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ചൂടും പുറത്തോട്ടിറങ്ങുമ്പോൾ വെയിൽ കണ്ണിലോട്ടാണ് കേട്ടോ അടിക്കുന്നത്. പക്ഷേ ഇത് വെച്ച് നോക്കൽ മാത്രമേ നടന്നുള്ളൂ, ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല. എനിക്കിത് വെച്ച് നോക്കിയപ്പോൾ നല്ല ഊള ലുക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും അടുത്ത ഒരെണ്ണം വെച്ച് പോലും നോക്കാൻ തോന്നിയില്ല. നല്ല എന്താ പറയുക, അത് എന്ത് പറഞ്ഞാൽ വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത്ര ഊള ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അവൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറേ അവളെ പ്രൊമോട്ട് ചെയ്ത് നോക്കി, എടുക്കടി എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. പക്ഷേ കുട്ടി എന്തായാലും എടുത്തില്ല. അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ വെയിലാകട്ടെ അന്നേരം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോകുന്നില്ല, അവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്നു. കാരണം എനിക്കൊരു ബാക്ക് പാക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് എനിക്കതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതേ കടയിൽ പോയപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നൊരു ടൈപ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കറങ്ങി നടന്ന് അവിടെ ഇരുന്ന എല്ലാ ബാഗുകളും ഒന്ന് നോക്കി, എന്നിട്ട് പിന്നെ മേടിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ മേടിച്ചിട്ട് യൂസ് ഇല്ലാതെ വെറുതെ അതൊരു ഡെഡ് മണി ആയി പോരുമെന്നുള്ളത് കൊണ്ടേ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനത്തിൻ്റെ സെക്ഷനിലോട്ട് വന്നതാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ നോക്കിയെന്നല്ലാതെ ഞാൻ ഒരെണ്ണം പോലും വാങ്ങിച്ചില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ നേരത്തെ പറഞ്ഞതാണ്. ഇങ്ങനെ എടുക്കും, സാധനം ഇഷ്ടപ്പെട്ട് എടുത്ത് നോക്കും, എന്നിട്ട് അത് തിരിച്ച് അതിൻ്റെ ആ ഒരു വില നോക്കിയിട്ട് നാട്ടിലെ ആ ഒരു പ്രൈസുമായിട്ടൊന്ന് കൂട്ടി നോക്കിയിട്ട് അത് അവിടെ തന്നെ തിരിച്ചു വെക്കും. അയ്യോ, നാട്ടിൽ ഇനി ഇത്രയും പൈസ ആവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിലല്ല ഉള്ളതൊന്നും ഇപ്പം വാങ്ങിച്ചാലേ നമുക്കത് ഇടാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിലോട്ടൊന്നും നമ്മൾ വരുന്നില്ല. നമ്മളെല്ലാം നാട്ടിലെ പൈസയായിട്ട് കമ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. അതായത് ഇവിടെ ജീവിക്കാൻ ഇവിടെ വന്നു, പക്ഷേ ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ട കമ്മലുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് തിരിച്ചു വെച്ചു കേട്ടോ. ഓരോന്നും എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട കുറേ പീസുകളുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ അടുത്ത പ്രാവശ്യം പോയിട്ട് അതൊക്കെ മേടിക്കും എന്നൊക്കെ ഇവിടെ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി. അടുത്ത പ്രാവശ്യവും പോയിട്ട് ഇതൊക്കെ നോക്കിയേച്ച് തിരിച്ചു വരൽ തന്നെ നടക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഒരു മിറർ കണ്ടു. അപ്പം ഞാൻ എൻ്റെ ലുക്കൊന്ന് നോക്കിയതാണ്. കയ്യിലെ ആ ഒരു കവറും നമ്മുടെ ആ ഒരു ഔട്ട്ഫിറ്റും എല്ലാം കൂടെ ഒന്ന് നോക്കി അവിടെ നിന്ന് ഞാനിങ്ങനെ എന്ത് കോലമാണിതെന്ന് ആലോചിച്ചാണ് കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ കുറയുന്നതിൻ്റെ, മഞ്ഞുകാലം കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇത് എല്ലാ ഷോപ്പുകളിലും കാണാം നമുക്ക്. കാരണം എല്ലായിടത്തും ചെരുപ്പുകളൊക്കെ വന്നു തുടങ്ങി. പക്ഷെ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് മനസ്സിന് പിടിച്ചൊരു ചെരുപ്പ് കിട്ടിയില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ സൂപ്പർ ഡ്രഗിൽ പോയി. എനിക്കൊരു അലോവേര ജെല്ല് തലയിൽ തേക്കാൻ മേടിക്കാൻ പോയ പോക്കാണ് കേട്ടോ. പക്ഷേ നമ്മുടെ കണക്ക് കൂട്ടലുകളും പ്രതീക്ഷകളും എല്ലാം തെറ്റിപ്പോയത് ഇവിടെയാണ്. അന്വേഷിച്ച് പോയ അലോവേര ജെല്ല് കിട്ടിയില്ല. പ്രതീക്ഷിച്ചതിൻ്റെയും എത്രയോ മടങ്ങ് പൈസ ഇവിടെ പൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല കേട്ടോ. അതൊരിച്ചിരി കടുത്ത നടപടിയായി പോയി എന്നുള്ളത് അന്നേരം മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും അടുത്തത് പ്രൈമാർക്കിലേക്ക് പോവുകയാണ്. കാരണം പ്രൈമാർക്കിൽ പോകാതെ ഒരു ഷോപ്പിംഗ് കംപ്ലീറ്റ് ആയ ഫീലിംഗ് നമുക്ക് വരില്ലല്ലോ. അപ്പോൾ അവിടെ ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ. പക്ഷേ അന്നേരത്തേക്ക് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ടയേർഡായിരുന്നു. ഈ ബാഗും തൊപ്പിയൊക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ അതെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് പാറുവിനെ കാണാണ്ട് പോയി കേട്ടോ. അപ്പോൾ പാറു അവിടെ പോയി എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് തലയിൽ വെച്ച് നോക്കിയിട്ട് ഇത് തലയിൽ വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് പാറുവിനെ തപ്പുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഇതൊക്കെ മേടിച്ചാലോ എന്ന് തോന്നി. പിന്നെ ഞാൻ ഓർത്ത് എവിടെ വെച്ചുകൊണ്ട് പോകാനാണ്, വെറുതെ മേടിച്ച് ആ പൈസ കളയുന്നത് എന്ന് വിചാരിച്ചിട്ട് തിരിച്ചവിടെ വെച്ചു. അങ്ങനെ എന്താ പറയുക, എല്ലാം എടുത്ത് നോക്കിയിട്ട് തിരിച്ച് വെക്കുക എന്നുള്ളൊരു അതാണ് ഇപ്പോഴും മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെയും ചെരുപ്പുകൾ ഒരുപാട് വന്നിരിപ്പുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഞാൻ എന്തായാലും ചെരുപ്പ് ഒന്നും ഇപ്പം നോക്കാൻ, ചെരുപ്പിടുന്നതിലേക്ക് ആ ഒരു മനസ്സെത്തിയിട്ടില്ല. കാരണം നമ്മുടെ ഒരു നാട്ടിലെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ചെരുപ്പ് വേണമെന്ന് തോന്നിയില്ല. അപ്പോൾ നമ്മൾ മേടിച്ച സൂപ്പർ ഡ്രഗിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെയാണ് കേട്ടോ ആ ബാഗിനകത്ത്, ആ കവറിൻ്റെ അകത്ത് കിടക്കുന്നത്. ആവശ്യമായതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇതാ ഈ 2 കവറിലും കൂടി ഇരിക്കുന്ന ഒരു 10-20,000 രൂപയ്ക്ക് മേലെയുള്ള സാധനങ്ങളാണ് കേട്ടോ. പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചതാണ് സോക്സും ടീഷർട്ടും ഒക്കെ. ഞാനും ഒരു ടീഷർട്ട് വാങ്ങിച്ചായിരുന്നു, ആ പർപ്പിൾ കളറ് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇത്രയും പൈസ മുടക്കി മേടിച്ച സാധനങ്ങൾ ആ കുഞ്ഞ് കവറിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന അത്രയും സാധനങ്ങൾക്ക് ഈ 20,000 രൂപയായല്ലോ എന്ന് ഓർക്കുമ്പം നാട്ടിലെ വിലയാണ് കേട്ടോ. അത് ഓർത്തപ്പം സങ്കടം വന്നു. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ലൈറ്റ് ഹൗസിലേക്ക് പോകാനുള്ളൊരു എനർജി ഇല്ലായിരുന്നു. അതുമല്ല ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ട് പോകണ്ടേ എന്നൊക്കെ വിചാരിച്ചപ്പം ഞങ്ങൾ ഒന്നങ്ങ് മടിച്ചു. നമുക്ക് അടുത്ത പ്രാവശ്യം പോകാം, ഇനി അതിനു വേണ്ടി തന്നെ നമുക്കൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങ് തിരിച്ചു പോയി. ഞങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് സൗണ്ട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാനതെല്ലാം കട്ട് ചെയ്തതാണ്. ഇനിയൊരു മൈക്ക് മേടിച്ചാൽ ആ ഒരു പ്രശ്നം മാറും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി മേളിലേക്കൊന്നും കയറിയിരിക്കാൻ പോയില്ല കേട്ടോ. കാരണം തിരിച്ചിറങ്ങുന്ന സ്ഥലം വരുമ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ താഴെ തന്നെ ഇരുന്നു. അങ്ങനെ ഞങ്ങളതേ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി.
അപ്പോൾ അത് കണ്ടോ ഏകദേശം അടുക്കാറായപ്പോഴത്തേക്കിനും ഇങ്ങനെ സൂര്യൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ അസ്തമിക്കാൻ പോകുന്ന കാഴ്ച നല്ല നമ്മൾ ചെമ്മാനം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒരു ബെല്ലൊക്കെ ഞെക്കി നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇവിടെ വന്ന് ബസ് ഇറങ്ങിയുള്ള യാത്രയൊക്കെ വളരെ കുറച്ച് പ്രാവശ്യങ്ങളും കൂടെ കാണുകയുള്ളൂ. കാരണം നമ്മൾ വീട് മാറുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഒന്നിച്ചെന്തായാലും എല്ലാവർക്കും കൂടെ മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ആ വഴിയെ നടന്നപ്പോഴൊക്കെ ഇതൊക്കെ എന്നും കിടക്കുന്നൊരു ഓർമ്മയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അതേ നമ്മൾ വന്ന ബസ്സാണ് പോയത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരങ്ങളാണ്. ഒറ്റ ഒരെണ്ണത്തിൽ ഒരു ഇലയില്ല കേട്ടോ. അത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. ഇത് എൻ്റെ റൂമിൽ കിടന്ന് നോക്കുമ്പോൾ കാണുന്ന മരമാണത്. അപ്പോൾ ദേ അങ്ങ് ദൂരെ ദേണ്ട നമ്മുടെ ബെൽമോണ്ട് വില്ലാസ് കാണാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം പറയാം എൻ്റെ വീട് എന്ന്. അത് കഴിഞ്ഞാൽ അത് വല്ലോൻ്റെയും വീടാണ്. അപ്പോൾ ദേ ഞങ്ങൾ ലൈറ്റ് ഹൗസ് കാണാൻ പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടം മാറ്റാനായിരിക്കും ഇത്രയും നല്ലൊരു കാഴ്ച ഞങ്ങൾക്ക് പ്രകൃതി ഒരുക്കി തന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.